എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് നേരം വൈകി. പിന്നെ ഒരു ചേച്ചി എന്താ അഴകിൻ്റെ ദേവത അങ്ങനെ എന്താ പേരുള്ള ഒരു ചാനലുള്ള ചേച്ചി എൻ്റെ താലി ലോക്കറ്റിൽ നിന്ന് വെട്ടം വരുമെന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയൊരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടു. അത് ആ ചേച്ചിക്ക് വരുന്ന പോലെയല്ല എൻ്റെ ലോക്കറ്റിൽ നിന്ന് വരിക. അത് ഞാൻ അതിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല, വീഡിയോസും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ അതേ ചേച്ചി തന്നെ ആ ചേച്ചി ഒരു പൊട്ട് തൊട്ടിട്ട് ആ പൊട്ടുന്ന് പ്രകാശം വരുന്നുണ്ടോയെന്ന് നോക്കിയപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി അതൊന്നും വരുന്നില്ലെന്ന്. അതുകൊണ്ട് തന്നെ ചേച്ചി വളരെ നല്ലൊരു കമൻറ്റ് എനിക്ക് ഇട്ടിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആ ചേച്ചിക്ക് മനസ്സിലായുണ്ട് ഞാൻ പറയുന്നത് കള്ളമല്ല, സത്യമായ കാര്യമാണ്. ആ ചേച്ചി പരീക്ഷിച്ച് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഈ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടൊന്നും എനിക്ക് എന്നൊന്നും കിട്ടാനില്ല എനിക്ക്. പിന്നെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചീൻ്റെ ഫാമിലി ആർക്കും എന്താ അസുഖമുണ്ട്, അത് മാറാൻ പ്രാർത്ഥിക്കണമെന്ന്. പൊന്നു സഹോദരന്മാരെ എനിക്കൊരു കാര്യം പറയാണ്ട്, നമ്മൾ ജനിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് ഓരോ ആളുകൾക്കും അനുഭവിക്കേണ്ട കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് അനുഭവിച്ചേ മതിയാകൂ. പക്ഷേ വേറെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റേതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത് ചിലപ്പോൾ മാറ്റാൻ എന്നെ കൊണ്ട് പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അത് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും അത് നടക്കില്ല. അത് നിങ്ങളുടെ വീട്ടിൽ എൻ്റെ പാദ സ്പർശിക്കണം. ശുഭകാര്യങ്ങൾക്ക് ഞാൻ ഉത്തമമാണെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും മുടങ്ങി കിടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നാൽ അത് നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതെനിക്ക് അനുഭവമുണ്ട്, കുറേ അനുഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇന്നേ വരെ ഞാൻ ഈ ഒരു ഇതിൽ ഞാൻ അങ്ങനെ എന്താ പറയുക, എനിക്കൊരു മറ്റുള്ളവരോട് പറയാനൊരു പേടിയായിരുന്നു. കാരണം പറഞ്ഞൊക്കെയാണെങ്കിൽ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതാണ് സത്യം. എൻ്റെ കാല് നിൽക്കുന്നു, ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാൽ അവിടെ ഐശ്വര്യമായിരിക്കും. എൻ്റെ കാല് ഒരു 4-5 പ്രാവശ്യം പതിഞ്ഞാൽ ഒരു വീട്ടിൽ കയറിയാലൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. അതെനിക്കറിയണ കാര്യമാണ്. പിന്നെ അസുഖം മാറാനൊക്കെ ഞാൻ പ്രാർത്ഥിക്കുക, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാം അയ്യപ്പനാണ് ഈ ചൈതന്യം എനിക്ക് തന്നത്. അയ്യപ്പ ഭക്തിയായ ഞാൻ അയ്യപ്പൻ തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചൈതന്യത്തിലെ ശക്തി ഏത് ശക്തി ആയാലും അത് ജനങ്ങളിലേക്ക് നന്മ എത്തിക്കാനുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഭൂമിയിൽ എനിക്ക് ചെയ്യാണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാരെയും ദ്രോഹിക്കുന്നതായിരിക്കില്ല, എല്ലാവരുടെ നന്മയാണ് എന്നിലൂടെ വരാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാദ്യം മനസ്സിലാക്കുക എല്ലാവരും. അല്ലാതെ നിങ്ങൾ നാളെ ഇടൂ, പേരിടൂ, അസുഖത്തിനെ പറ്റിയിട്ടൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം അതൊന്നും ഞാനൊരിക്കലും കള്ളം പറയില്ല. എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. എൻ്റെ പാദം സ്പർശിച്ചാൽ അവിടെ അതിനുള്ള ഐശ്വര്യം ഉണ്ടാവുമെന്ന് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാനത് പറയും. പലർക്കും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നത്. കള്ളം ഒരിക്കലും ഞാൻ പറയില്ല. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തെ, സമ്മതമില്ലാത്ത ഒരാളെ വീട്ടിൽ നിന്ന് ഒരു മുട്ടുസൂചി പോലും എടുക്കരുതെന്ന്, കള്ളം പറയരുതെന്നും ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ശീലിച്ചൊരു കാര്യമാണ്. അതൊക്കെ ആ കഥകളൊക്കെ ഒരുപാട് പറയാനുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാട്ടോ. ഇന്ന് വെട്ടത്തിൻ്റെ വീഡിയോ എനിക്ക് നേരത്തെ എന്താ പറയുന്നത്, മനസ്സ് കുറച്ച് ഏകാഗ്രത നഷ്ടമാണ് വലിയെന്ന്, ഏകാഗ്രത കുറവാണെന്ന്. അതുകൊണ്ട് വെട്ടെന്ന് കുറവാണ്. സന്ധ്യാനേരത്തൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരു കുടുംബിനിയാണ്, കുടുംബിനി എന്ന് പറയാൻ പറ്റില്ല, ഒരു കുടുംബിനിയാണ്, 2 മക്കളുടെ അമ്മയാണ്. അപ്പോൾ കുറച്ച് ഒരു കുടുംബമാകുമ്പോൾ അവിടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ചില സമയങ്ങൾ നമുക്ക് ഏകാഗ്രത നഷ്ടപ്പെടും. അങ്ങനെ ഏകാഗ്രത ഇല്ലാതെയാണ് ആ ചാനലുകാരുടെ മുന്നിൽ നിന്ന് വെട്ടം വാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചത്. അത് മണ്ടത്തരാണ് ഞാൻ ചെയ്യണത്, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചാനലിലൂടെ വന്നാൽ മാത്രമേ ജനങ്ങൾ എന്നെ അറിയൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പൊട്ടത്തരത്തിന് നിന്ന് കൊടുത്തത്. അതിനെനിക്ക് വിഷമമൊന്നുമില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി എൻ്റെ കൂടെയുള്ള ചൈതന്യത്തിനെ പറ്റി ഒരുപാട് ജനങ്ങൾക്ക് അറിയാനായി. ഒരുപാട് പേര്, ഞാൻ സ്റ്റാർ മേക്കർ എന്ന ആപ്പിൽ പാട്ട് പാടുന്നുണ്ട്, അതിലൊക്കെ ഒരുപാട് പേരുകൾ എന്നോട് ഇതിനെപ്പറ്റി അന്വേഷിച്ചു. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ചൈതന്യം എല്ലാ മനുഷ്യരിലും അനുഗ്രഹം ഉണ്ടാക്കിക്കട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നാളെ കാണാം കേട്ടോ. എന്നാൽ ശരി.